ഹലോ, നമസ്കാരം. എല്ലാവർക്കും ജഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും അല്ലേ. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാറ്റിൽ പരന്ന സുഗന്ധം എന്ന നോവലാണ്. അതിൻ്റെ 25ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് നോവലിലേക്ക് പോയാലോ. ഞാൻ വിചാരിച്ചു നീ സൂരജിൻ്റെ കാര്യം പറയുമായിരിക്കുന്നു. സത്യത്തിൽ പേടിച്ചുപോയി. എനിക്ക് വേറൊന്നും അപ്പോൾ മനസ്സിൽ തോന്നിയില്ല ചേച്ചി. അതുകൊണ്ടല്ലേ ഞാൻ. പക്ഷെ തക്ക സമയത്ത് ചേച്ചി രക്ഷപ്പെടുത്തി. നടന്ന് അവർ വീട്ടിലെത്തി. ചേച്ചി ഇരിക്കി, ഞാൻ ചായ ഉണ്ടാക്കാം. രജനി അടുക്കളയിലേക്ക് പോയി. സുശീല കസേരയിലേക്ക് ഇരുന്നു. ശ്രീപാർവതിയെ കല്യാണം ആലോചിക്കാൻ പോവുകയാണെന്ന് സൂരജനോട് പറയാതിരുന്നത് നന്നായി. അല്ലെങ്കിൽ അവൻ്റെ മുമ്പിൽ നാണം കെടേണ്ടി വന്നേനെ. രജനി 2 ഗ്ലാസ് ചായ ഉണ്ടാക്കി കൊണ്ടുവന്നു. ഒന്ന് സുശീലയ്ക്ക് കൊടുത്തിട്ട് അവളെ തൊട്ടടുത്തിരുന്നു. അവിടെ വെച്ച് ചേച്ചി ഒരു കാര്യം പറഞ്ഞില്ലേ, അതാണ് ശരി. ചായ അല്പം കുടിച്ചിട്ട് രജനി പറഞ്ഞു. സുശീല ചോദ്യഭാവത്തിൽ അവളെ ഒന്ന് നോക്കി. വിധിച്ചതേ നടക്കുമെന്ന്. സൂരജിനും അവൻ്റെ കാര്യത്തിലും അങ്ങനല്ലേ സംഭവിക്കൂ. സുശീലയ്ക്ക് മറുപടിയില്ലായിരുന്നു. രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേഷം ധരിക്കുകയായിരുന്നു സൂരജ്. അപ്പോഴാണ് സുശീലയുടെ വിളി വന്നത്. എന്താമ്മേ? അയാൾ കോളെടുത്തു. നീ എവിടെയപ്പോൾ? ക്വാർട്ടേഴ്സിലാണ്. ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയാവുക. എന്നാൽ സമയം കിട്ടുമ്പോൾ എന്നെ ഒന്ന് വിളിച്ചാൽ മതി, സുശീല പറഞ്ഞു. പോകാൻ ധൃതിയില്ല, സമയമുണ്ട്. അമ്മ രാവിലെ വിളിച്ചത് എന്തോ അത്യാവശ്യം ഉണ്ടായിരിക്കുമല്ലോ. അത്യാവശ്യമാണ്, എന്നാലും തിരക്കില്ല. സസ്പെൻസ് ഇടാതെ കാര്യം പറ അമ്മേ, അയാൾ ആവശ്യപ്പെട്ടു. എന്തായാലും ഒരു 3 മാസം കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സർക്കാർ ആശുപത്രിയിൽ നീ ജോലിയിൽ പ്രവേശിക്കത്തില്ലേ? മിക്കവാറും. അത് കഴിഞ്ഞാൽ നിൻ്റെ കല്യാണം. അത്ര നീട്ടിക്കൊണ്ടു പോകണ്ട. ഇത് പറയാനാണോ അമ്മ രാവിലെ തന്നെ വിളിച്ചത്? ഇത് മാത്രമല്ല, ഇപ്പോഴേ നമ്മൾ നോക്കിയാലേ 6 മാസത്തിനുള്ളിൽ കല്യാണം നടത്താൻ പറ്റൂ. പെണ്ണിനെ കണ്ടുപിടിക്കണം, തമ്മിൽ കാണണം, വീട്ടുകാരുമായിട്ട് സംസാരിക്കണം, സൗകര്യമുള്ള തീയതി നിശ്ചയിക്കണം. അതിനൊക്കെ സമയമെടുക്കും. അതേക്കുറിച്ചൊന്നും എനിക്കറിയില്ല അമ്മേ. എന്നാൽ എനിക്കറിയാം. നമ്മളിപ്പോഴേ തുടങ്ങിയാലേ പറ്റൂ. ഞാനിന്നലെ നമ്മുടെ പത്ര ഏജൻറ്റ് പീറ്റർ ചേട്ടനെ കണ്ടായിരുന്നു. പത്രത്തിലൊരു പരസ്യം കൊടുക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ. എന്നിട്ട്? അത് നല്ലതാ, പക്ഷേ അതിലും വേഗം നമുക്ക് പറ്റിയ കുട്ടികളെ കണ്ടുപിടിക്കാൻ പത്രത്തിൻ്റെ മാട്രിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്താൽ മതിയെന്നാണ് പുള്ളി പറഞ്ഞത്. m4marry.com എന്ന് നീ കേട്ടിട്ടില്ലേ? അതിൽ നിന്ന് തന്നെ രജിസ്റ്റർ ചെയ്യണം. ഡോക്ടർ പെൺകുട്ടികളുണ്ട് അതിൽ. നമുക്ക് ചോദിച്ചൊരു കുട്ടി അതിൽ നിന്ന് കണ്ടുപിടിക്കാം. ഫോട്ടോ സഹിതം കാണാൻ പറ്റുമെന്നാണ് പീറ്റർ ചേട്ടൻ പറഞ്ഞത്. ശരി, ചെയ്യാമേ. രാവിലെ തർക്കിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് സൂരജ് പറഞ്ഞു. അടുത്ത തവണ നീ വരുമ്പോൾ നിൻ്റെ ലാപ്ടോപ്പ് കൊണ്ടുവരണം. എനിക്കും നോക്കണം ഫോട്ടോയൊക്കെ. എന്നിട്ട് സെലക്ട് ചെയ്താൽ മതി. ശരി അമ്മേ. നീ ഉഴപ്പരുത്. ഇല്ലെന്നേ. ശരി, വെച്ചോ. പുഞ്ചിരിയോടെ സൂരജ് കോള് കട്ട് ചെയ്തു. m4marry.com രജിസ്റ്റർ ചെയ്യാൻ ഖാദയോട് പറയാം. അവളുടെ പ്രൊഫൈലും അമ്മ കാണട്ടെ. ഡ്രസ്സ് ചെയ്ത് ബൈക്കെടുത്ത് അയാൾ ഹോസ്പിറ്റലിലേക്ക് പോയി. വഴിക്ക് പതിവ് റെസ്റ്റോറൻറ്റിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഓർത്തോപീഡിക് വാർഡിൽ ചെന്നപ്പോൾ ഗാഥ ഉണ്ടായിരുന്നു ഡ്യൂട്ടിയിൽ. സൂരജിനെ ഞാൻ വിളിക്കാനിരിക്കുകയായിരുന്നു. അയാളെ കണ്ടപ്പോൾ അവൾ പറഞ്ഞു, എന്താ വിശേഷിച്ച്? മറ്റന്നാളിലെ മനീഷയുടെ ബർത്ത്ഡേ. അതെ, അക്കാര്യം ഗാഥ മറന്നുപോയി കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഒരു ഗിഫ്റ്റ് സെലക്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട്. മറന്നില്ല, നമുക്ക് നാളെ പോയി മേടിക്കാം. പക്ഷേ എവിടെ ചെന്നാണ് നമ്മൾ അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത്? അവളിപ്പോൾ ഗേൾസ് ഹോസ്റ്റലിലാണ് താമസം. അവിടെ ചെന്ന് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് 2 പേർക്കും കൂടി പോകാം, അയാൾ പറഞ്ഞു. ഐഡിയ കൊള്ളാം, പക്ഷെ അത് വർക്കൗട്ട് ആകുമെന്നാണ് സംശയം. അതെന്താ? ഒന്നാമത്തെ കാര്യം, സാറ്റർഡേ ആണ് മനീഷയുടെ ജന്മദിനം. കോളേജ് ഇല്ലാത്ത ദിവസമല്ലേ. ഉറപ്പായിട്ടും അവൾ വീട്ടിലേക്ക് പോകും. അത് ശരിയാണല്ലോ. അല്ലെങ്കിൽ തന്നെ അവളുടെ ഡാഡിയും മമ്മിയും ഇപ്പോൾ സ്ഥലത്തുണ്ട്. അവർ വന്ന് അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകും. വീട്ടിൽ വെച്ചായിരിക്കും ബർത്ത്ഡേ സെലിബ്രേഷൻ. അക്കാര്യം ഞാൻ ഓർത്തില്ല. ഇനിയിപ്പോൾ എന്തു ചെയ്യും? വിഷണ്ണനായി സൂരജ് അവളെ നോക്കി. വീട്ടിലേക്ക് ചെന്ന് ഗിഫ്റ്റ് കൊടുക്കാം. അതിന് വീടറിയില്ലല്ലോ. അതിനല്ലേ സേതു അങ്കിൾ ഉള്ളത്. ചോദിച്ചാൽ വഴി പറഞ്ഞു തരുമല്ലോ. അല്ലെങ്കിൽ തന്നെ ബർത്ത്ഡേ പാർട്ടിക്ക് സേതു അങ്കിളും ക്ഷണം കാണും. കൂടെ പോയാൽ മതി, അവൾ പറഞ്ഞു. വീട്ടിലേത് സ്വകാര്യ ആഘോഷമായിരിക്കും. അവിടേക്ക് ക്ഷണിക്കാതെ ചെല്ലുന്നത് ഔചിത്യമല്ല. സൂരജ് മടിച്ചു. അവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് അയാളുടെ മൊബൈലിൽ ഒരു കോൾ വന്നത്. മനീഷ വിളിക്കുന്നു. അവൾക്ക് 100 ആയുസ്സാ.
അയാൾ അത്ഭുതത്തോടെ പറഞ്ഞു. എന്താണെന്ന് ചോദിക്കേ. ഹലോ മനീഷ. അയാൾ കോളെടുത്തു. ഡോക്ടറെ, ഈ വരുന്ന സാറ്റർഡേ ഈവനിങ് ഫ്രീ ആയിരിക്കുമോ? അവൾ ചോദിച്ചു. എന്താ മനീഷ കാര്യം? അയാൾ ഫോൺ ലൗഡ് സ്പീക്കറിലിട്ടു. സാറ്റർഡേ എൻ്റെ ബർത്ത്ഡേയാണ്. വീട്ടിൽ വെച്ച് വൈകുന്നേരം ഒരു ചെറിയ പാർട്ടിയുണ്ട്. അധികം പേരൊന്നും ഉണ്ടാവില്ല, വീട്ടിലുള്ളവർ മാത്രം. ഡോക്ടർ ഉണ്ടാവണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. തീർച്ചയായും വരണം. നെയ്യാറ്റിൻകരയിലെ വീട്ടിൽ വെച്ചല്ലേ? സൂരജ് ചോദിച്ചു. അതെ, വീടിൻ്റെ ലൊക്കേഷൻ മാപ്പ് ഞാൻ അയച്ചു തരാം. നേരെ ഇങ്ങ് വന്നാൽ മതി. സേതുങ്ങളുണ്ടാവുമോ? അയ്യോ, അത് ഞാൻ മറന്നു. സേതു വലിയച്ഛനും ഉണ്ടാവും. നിങ്ങൾക്കൊന്നിച്ച് വരാമല്ലോ. പിന്നെ എനിക്ക് വേറൊരാളിൻ്റെ നമ്പർ കൂടി വേണം, മനീഷ പറഞ്ഞു. ആരുടെ? ഗാഥ ചേച്ചിയുടെ. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് എന്നെ കാണാൻ വന്നിരുന്നല്ലോ. എനിക്ക് ഒത്തിരി ഇഷ്ടമായ ഗാഥ ചേച്ചിയെ. ഫോൺ ലൗഡ് സ്പീക്കറിലായിരുന്നുകൊണ്ട് അവൾ പറഞ്ഞതെല്ലാം ഗാഥയും കിട്ടും. തന്നെയല്ല, ഡോക്ടറും ഗാഥ ചേച്ചിയും ക്ലോസ് ഫ്രണ്ട്സാണെന്ന് സേതു വലിയച്ഛൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ചേച്ചിയും കൂടെ ഉണ്ടാവണം. അതെനിക്ക് സന്തോഷമാണ്. സൂരജ് ഒന്ന് ചിരിച്ചു. ഡോക്ടർ എന്താണ് ചിരിച്ചത്? ഗാഥ എൻ്റെ അടുത്തുണ്ട് ഇപ്പോൾ, അയാൾ പറഞ്ഞു. അയ്യോ, എങ്കിൽ ഫോണൊന്ന് കൊടുക്കുമോ പ്ലീസ്, മനീഷ പറഞ്ഞു. സൂരജ് മൊബൈൽ ഗാഥയ്ക്ക് കൈമാറി. ഹലോ മനീഷ, അവൾ വിളിച്ചു. സർപ്രൈസ് ആയല്ലോ ചേച്ചി. ഒട്ടും വിചാരിച്ചില്ല ചേച്ചി ഇപ്പോൾ ഡോക്ടറുടെ അടുത്ത് കാണുമെന്ന്. ഞാൻ ചേച്ചിയുടെ നമ്പർ ചോദിച്ചപ്പോഴാണ് ആൾ അടുത്തുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞത്. ഞങ്ങൾ രണ്ടുപേരും ഹോസ്പിറ്റലിലാണ് ഡ്യൂട്ടിയിൽ. സൂരജ് ഇപ്പോൾ വാർഡിലേക്ക് വന്നതേ ഉള്ളൂ, ഗാഥ പറഞ്ഞു. രണ്ടുപേരും ബിസിയാണെന്നറിയാം, അതുകൊണ്ട് വേഗം പറയാം. ശനിയാഴ്ചൻ്റെ ബർത്ത്ഡേ ആണേ. ഡോക്ടറും ചേച്ചിയും വീട്ടിൽ വരണം. വളരെ ചെറിയൊരു സെലിബ്രേഷനാണ്. കഴിയുന്നത് ഞാൻ വരും മനീഷ. പക്ഷേ ഹോസ്പിറ്റലിലെ കാര്യമല്ലേ, ഒരു എമർജൻസി എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. അതെനിക്കറിയാം ചേച്ചി. പക്ഷേ രണ്ടുപേരെയും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്കും ആഗ്രഹമുണ്ട്, ഗാഥ പറഞ്ഞു. താങ്ക്സ് ചേച്ചി. ഗാഥ മൊബൈൽ സൂരജിനെ തിരിച്ചു കൊടുത്തു. ശരി മനീഷ, ഞങ്ങൾ വരുന്നുണ്ട്, അയാൾ പറഞ്ഞു. ഐ ആം സോ ഹാപ്പി, അവളും പറഞ്ഞു. സൂരജ് കോള് കട്ട് ചെയ്തു. പേഷ്യൻ്റ് ആഗ്രഹിച്ചതും ഡോക്ടർ പറഞ്ഞതും പാല് അല്ലേ? അയാൾ പറഞ്ഞത് കേട്ട് ഗാഥ ചിരിച്ചു. ബീച്ച് റോഡിലേക്ക് കാറ് പ്രവേശിച്ചു. സേതുമാധവനാണ് കാറ് ഡ്രൈവ് ചെയ്തത്. ഇടതുവശത്തെ സീറ്റിൽ ഗോപികൃഷ്ണൻ ഉണ്ടായിരുന്നു. എന്തോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് താൻ ഇതുവരെ പറഞ്ഞില്ലല്ലോ, ഗോപികൃഷ്ണൻ ഓർമ്മിപ്പിച്ചു. ഓഫീസിലിരുന്ന് പറയേണ്ടതെന്ന് വിചാരിച്ചു. അതാണ് നമ്മളിങ്ങോട്ട് വന്നത്. കടൽ തീരത്ത് റോഡിൽ നിന്നിറങ്ങി പൂഴി മണിലേക്ക് ചെന്ന് സേതുമാധവൻ കാർ നിർത്തി. വൈകുന്നേരമായിരുന്നു അത്. വെയിലൊട്ടും ഉണ്ടായിരുന്നില്ല. സൂര്യൻ അപ്രത്യക്ഷനാകാനുള്ള യാത്ര ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. രണ്ടുപേരും കാറിൽ നിന്നിറങ്ങി. മനീഷ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്ത് ഗാഥ എന്നൊരു കുട്ടിയെ കണ്ടത് ഗോപിക്ക് ഓർമ്മ കാണുമോ? സേതുമാധവൻ ചോദിച്ചു. ഉണ്ട്. ആ കുട്ടി അവിടെ ഡോക്ടറല്ലേ? സേതുവിൻ്റെ പഴയ ക്ലാസ്മേറ്റ്സ് അവരുടെ മോളാണെന്ന് പറഞ്ഞിരുന്ന? അതെ. എൻജിനീയറിംഗ് കോളേജിൽ ഗാഥയുടെ അമ്മ സുരഭി എൻ്റെ ക്ലാസ്മേറ്റായിരുന്നു. സുരഭി ഇപ്പോൾ തിരുവനന്തപുരത്ത് ഗവൺമെൻറ് സർവീസിലാണ്. സുരഭിയെക്കുറിച്ച് ഒരു ചെറു വിവരണം അയാൾ ഗോപികൃഷ്ണന് കൊടുത്തു. ഓ, ഹസ്ബൻഡ് മരിച്ചുപോയി അല്ലേ? അതെ. സത്യത്തിൽ കോളേജിൽ ഞങ്ങൾ അടുപ്പത്തിലായിരുന്നു. പക്ഷേ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ഞങ്ങൾ രണ്ട് വഴിക്കായി പിരിഞ്ഞു. പിന്നെ ഈ അടുത്ത കാലത്താണ് വീണ്ടും കണ്ടുമുട്ടിയത്. കൊള്ളാമല്ലോ. ഒരു ദിവസം ഗാഥ എന്നോട് ചോദിച്ചു, അങ്കിൾ അമ്മയെ കല്യാണം കഴിച്ചുകൂടെ എന്ന്. എനിക്കും ഇഷ്ടമായിരുന്നു. സുരഭിക്ക് സമ്മതമാവുമോ എന്ന് എനിക്കറിയില്ലായിരുന്നു. അമ്മയ്ക്കും ഇഷ്ടമാണെന്ന് അവൾ പറഞ്ഞു. കൺഗ്രാറ്റ്സ് ചെയ്തു. നിനക്കൊരു കൂട്ടാവശ്യമാണ്. ഒരുപക്ഷേ പഴയ കൂട്ടുകാരിയെ തിരിച്ചു കിട്ടാൻ വേണ്ടിയായിരിക്കും നിൻ്റെ ജീവിതത്തിൽ ആ ഡിവേഴ്സ് സംഭവിച്ചത്, ഗോപികൃഷ്ണൻ പറഞ്ഞു. ആയിരിക്കാം. എനിക്കറിയില്ല ഗോപി. ഞാൻ ഇക്കാര്യം എൻ്റെ ഫ്രണ്ട്സിനോടോ ബന്ധുക്കളോടോ പറഞ്ഞിട്ടില്ല. തന്നോടാണ് ആദ്യമായിട്ട്. എൻ്റെ ഫുള്ള് സപ്പോർട്ടുണ്ട് സുധു. ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ. രണ്ടുപേരും അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് എത്രയും വേഗം നടത്തണം. ഒരു മാസം കഴിഞ്ഞാൽ ഗാഥയുടെ ഇൻറ്റേൺഷിപ്പ് തീരും. അതിനു മുമ്പ് മാരേജ് നടത്തണമെന്നാണ് അവളുടെ ആഗ്രഹം. അവൾക്ക് 2 ഫ്രണ്ട്സുണ്ട്. അവർക്കും ചടങ്ങിൽ പങ്കെടുക്കാമല്ലോ എന്ന്. ഗ്രേറ്റ് ഐഡിയ. ഞാനീ കാര്യം ഇന്ന് തന്നെ ദേവികയോട് സംസാരിക്കാം. വീട്ടിലെല്ലാവർക്കും സന്തോഷമാകും. അല്ലെങ്കിൽ ഇന്ന് പറയുന്നില്ല, നാളെ മോളുടെ ബർത്ത്ഡേ അല്ലേ? സെലിബ്രേഷൻ സമയത്ത് നമുക്കിത് അനൗൺസ്മെൻറ്റ് ചെയ്യാം. എന്താ? ഗോപികൃഷ്ണനും ഉത്സാഹമായി. അതൊക്കെ തൻ്റെ ഇഷ്ടത്തിന് വിട്ടു തന്നിരിക്കുന്നു. അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് സേതുമാധവനെ സൂരജ് വിളിച്ചത്. അങ്കിൾ, നാളെ മനീഷയുടെ ബർത്ത്ഡേ അല്ലേ? അവൾ ഗാഥയെ എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അങ്കിൾ പോകുന്നുണ്ടെങ്കിൽ നാളെ ഞങ്ങൾക്ക് കൂടി വരാമായിരുന്നു. അതെയോ? നിങ്ങൾ രണ്ടുപേരും കൂടി 6 മണിക്ക് മുമ്പ് എൻ്റെ ഫ്ലാറ്റിൽ വരിക. നമുക്ക് 3 പേർക്കും കൂടി പോകാം.
സേതുമാധവൻ പറഞ്ഞു. ശരി അങ്കിള്. ഗാഥയും സൂരജും വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഗോപികൃഷ്ണന് കൂടുതൽ സന്തോഷമായി. അപ്പോൾ മനീഷ മോളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇത്തവണ ഗംഭീരമാകും. നമുക്ക് സുരഭിയെ കൂടി വിളിച്ചാലോ? ആളിനെ ഞങ്ങൾക്കൊന്ന് കാണാമല്ലോ, ഗോപികൃഷ്ണൻ പറഞ്ഞു. അവൾ വരുമോ? എനിക്കൊരു സംശയമാണ്. ഗോപിയെയും ദേവികയെയും അവൾക്കത്ര പരിചയമില്ലല്ലോ. നമുക്ക് വേറൊരു അവസരത്തിൽ സുരഭിയെ കാണാം. എങ്കിലത് മതി, താൻ പറഞ്ഞാൽ മതി. ദേവിയെയും കൂട്ടി ഞാനൊരു ദിവസത്തെ വരാം. അപ്പോഴേക്കും കടൽ തീരത്ത് വെളിച്ചം മങ്ങിക്കഴിഞ്ഞിരുന്നു. അവരവിടെ നിന്നും മടങ്ങിപ്പോയി. പിറ്റേന്ന് വൈകുന്നേരം 5:30 മണി കഴിഞ്ഞപ്പോൾ ബൈക്കിൽ സൂരജും ഗാഥയും സേതുമാധവൻ്റെ ഫ്ലാറ്റിൽ വന്നു. അവരുടെ കയ്യിൽ മനീഷയ്ക്ക് കൊടുക്കാനുള്ള സമ്മാന പാക്കറ്റ് ഉണ്ടായിരുന്നു. 2 പേരും കൂടി പോയി സെലക്ട് ചെയ്ത് വാങ്ങിയ ജീൻസും ടോപ്പുമായിരുന്നു അത്. അപ്പോൾ തന്നെ അവർ 3 പേരും കൂടി നെയ്യാറ്റിൻകരയ്ക്ക് പുറപ്പെട്ടു. സുരഭി ഓഫീസിൽ നിന്ന് വന്നോ? സേതുമാധവൻ തിരക്കി. ഞാൻ വിളിച്ചപ്പോൾ അമ്മ ഓഫീസിലായിരുന്നു. അങ്കിളിൻ്റെ കാറിലാണെന്ന് പോകുന്ന അറിഞ്ഞപ്പോൾ പിന്നെ ചോദ്യങ്ങളൊന്നും ഉണ്ടായില്ല. സൂരജ് ഉണ്ടല്ലോ കൂടെ. ബാക്ക് സീറ്റിലിരുന്നുകൊണ്ട് അവൾ പറഞ്ഞു. എന്നേക്കാൾ വിശ്വാസം ആൻറ്റിക്ക് സേതു അങ്കിളിനെയാണ്. തമാശ മട്ടിൽ സൂരജ് പറഞ്ഞു. സേതുമാധവൻ ചിരിച്ചു. നെയ്യാറ്റിൻകരയിൽ അവരെത്തിയപ്പോൾ സന്ധ്യ ആവുകയായിരുന്നു. പഴയ മട്ടിലുള്ള ഒരു 2 നില വീടായിരുന്നു അത്. മനീഷയും ദേവികയും പ്രിയദർശിനി ആൻറ്റിയും കൂടിയാണ് അവരെ സ്വീകരിച്ചത്. മനീഷ വന്ന് ഗാഥയുടെ കൈ പിടിച്ചു. ഹാപ്പി ബർത്ത്ഡേ മനീഷ. ഇത് ഗാഥയുടെയും എൻ്റെയും സമ്മാനമാണ്. പാക്കറ്റ് സൂരജ് അവളെ ഏൽപ്പിച്ചു. താങ്ക് യു ഡോക്ടർ. താങ്ക് യു ചേച്ചി. മനീഷ അത് സന്തോഷപൂർവ്വം സ്വീകരിച്ചു. ഹാൾമുറിയിൽ ബലൂണുകൾ കെട്ടി അലങ്കരിച്ചിരുന്നു. ഭംഗിയായി തോരണം വലിച്ചു കെട്ടിയിരുന്നു. ഹാപ്പി ബർത്ത്ഡേ എന്ന് വൃത്തിയിൽ മനോഹരമായിട്ട് ഒട്ടിച്ചിരുന്നു. കുടിക്കാനെന്താ വേണ്ടത്? ദേവിക ആതിഥേയായി. ഇപ്പോൾ ഒന്നും വേണ്ട, അല്പം കഴിയട്ടെ, സേതുമാധവൻ പറഞ്ഞു. അവരെല്ലാവരും സെറ്റുകളിലിരുന്നു. അപ്പോഴാണ് സുശീലയുടെ ഫോൺ കോൾ വന്നത്. അമ്മയാണ്, 1 മിനിറ്റ്. മൊബൈലുമായി എഴുന്നേറ്റ് സൂരജ് വെളിയിലേക്ക് നടന്നു. സുശീല ദിവസം എത്ര തവണ വിളിക്കും സൂരജിനെ? കളിമട്ടിൽ ഗാഥയോട് സേതുമാധവൻ ചോദിച്ചു. അറിയില്ല അങ്കിളെ, പക്ഷെ എന്നും വിളിക്കും. ഒരേ ഒരു മോനല്ലേ. താമസം അമ്പലപ്പുഴയിലാണെങ്കിലും ജീവൻ തിരുവനന്തപുരത്താണ്, ചിരിച്ചുകൊണ്ട് ഗാഥ പറഞ്ഞു. സുശീല ഗോപികൃഷ്ണൻ ആ പേര് ശ്രദ്ധിച്ചു. എന്താ അമ്മ വിളിച്ചത്? സൂരജ് കോളെടുത്ത് ചോദിച്ചു. മാട്രിമോണിയൽ സൈറ്റിൽ നീ പേര് രജിസ്റ്റർ ചെയ്തോ? സുശീല ചോദിച്ചു. പേര് രജിസ്റ്റർ ചെയ്തു, പക്ഷേ സെർച്ച് ചെയ്ത് നോക്കാൻ സമയം കിട്ടിയില്ല, അയാൾ പറഞ്ഞു. രജിസ്റ്റർ ചെയ്തല്ലോ, അത് മതി. ആ നമ്പർ എനിക്ക് അയച്ചു തരണം, ഞാൻ സെർച്ച് ചെയ്തോളാം. ഇപ്പം ഞാൻ ബിസിയാണ്, കുറച്ച് കഴിഞ്ഞ് അയക്കാം. നാളെ രാവിലെ ആയാലും മതി. ശരി വെച്ചോ. കോള് കട്ട് ചെയ്തിട്ട് സൂരജ് തിരിഞ്ഞപ്പോൾ പിന്നിൽ ഗോപികൃഷ്ണൻ നിൽക്കുന്നുണ്ടായിരുന്നു. അമ്മയാണോ വിളിച്ചത്? അയാൾ ചോദിച്ചു. അതെ അങ്കിൾ. ഫാമിലി ഫോട്ടോ ഉണ്ടോ സൂരജിൻ്റെ മൊബൈലിൽ? ഞാൻ പറഞ്ഞില്ല അങ്കിളെ, എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. ഓ സോറി, മറന്നു. അമ്മയുടെ ഫോട്ടോ ഉണ്ടോ? വെറുതെ ഒന്ന് കാണാനാണ്, ഗോപികൃഷ്ണൻ പറഞ്ഞു. ഉണ്ട്. മൊബൈലിൽ സുശീലയുടെ ഫോട്ടോ നോക്കിയിട്ട് സൂരജ് അയാൾക്ക് കൊടുത്തു. മധ്യവയസ്കയും സുന്ദരിയുമായ ആ സ്ത്രീയുടെ ഫോട്ടോയിലേക്ക് ഉറ്റുനോക്കി ഗോപികൃഷ്ണൻ ഒരു നിമിഷം നിന്നു. പെട്ടെന്ന് അകലെ നിന്നെന്ന പോലെ പാദസരങ്ങൾ കിലുങ്ങുന്നത് അയാളെ കേട്ടു. അധ്യായം 17. ഫോട്ടോ കണ്ട് ഗോപികൃഷ്ണൻ ഞെട്ടി. ഈശ്വര, ഇത് സുശീലയല്ലേ? അറിയാതെ അയാളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. എന്താണ് അമ്മയുടെ പേര്? കുതിച്ചു വരുന്ന ഹൃദയമിടിപ്പോടെ അയാൾ ചോദിച്ചു. സുശീലാദേവി, സൂരജ് പറഞ്ഞു. അതെ, സുശീലാദേവി. സുശീലയുടെ മകനാണ് സൂരജ്. എന്തൊരു അത്ഭുതമാണ് സംഭവിച്ചിരിക്കുന്നത്. സുശീലയെ വീണ്ടും ദൈവം കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നു. സന്തോഷം കൊണ്ട് ഹൃദയം പൊട്ടിപ്പോകുമെന്ന് ഗോപികൃഷ്ണന് തോന്നി. പക്ഷേ ഉള്ളിലെ വികാരക്ഷോഭം അയാൾ പാടുവിട്ടെടുക്കി. ഒരിക്കൽ അമ്പലപ്പുഴ അമ്പലത്തിൽ വെച്ച് സുശീലയെ കണ്ട കാര്യം ലളിത പറഞ്ഞത് പെട്ടെന്ന് അയാൾക്ക് ഓർമ്മ വന്നു. പണ്ട് മുതലേ നിങ്ങൾ അമ്പലപ്പുഴയിലായിരുന്നു താമസം? അയാൾ ചോദിച്ചു. എനിക്ക് ഓർമ്മ വച്ച കാലം മുതൽ ഞങ്ങൾ അമ്പലപ്പുഴയിലാണ് താമസം, സൂരജ് പറഞ്ഞു. കുറച്ച് നാൾ പാലക്കാട്ടുണ്ടായിരുന്നോ? ഇല്ല. എന്താ അങ്കിൾ അങ്ങനെ ചോദിച്ചത്? സേതു അങ്ങനെ പറഞ്ഞതുപോലെ ഒരു ഓർമ്മ. ഒരുപക്ഷേ ഞാൻ കേട്ടതിൻ്റെ കുഴപ്പമായിരിക്കും. വീട്ടിലെ സൂരജിന് അമ്മ മാത്രമേ ഉള്ളൂ? അതെ, അമ്മയുടെ അമ്മയുണ്ടായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ അമ്മൂമ്മ മരിച്ചു. സുശീലയുടെ അമ്മയെ ഗോപികൃഷ്ണൻ അറിയാമായിരുന്നു. നാരായണിയമ്മ എന്നായിരുന്നു അവരുടെ പേര്. അപ്പോൾ അച്ഛൻ്റെ വീട് അമ്പലപ്പുഴയിലാണല്ലേ?
ഗോപികൃഷ്ണൻ ചോദിച്ചു. അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അതേക്കുറിച്ച് അമ്മ വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോഴാണ് സേതുമാധവൻ പുറത്തേക്കിറങ്ങി വന്നത്. അല്ല, നിങ്ങൾ രണ്ടുപേരും ഇവിടെ വന്ന് നിൽക്കുകയാണോ? കേക്ക് കട്ട് ചെയ്യാറായി. മനീഷ രണ്ടുപേരെയും തിരക്കുന്നു. ഇതാ വരുന്നു. മൊബൈൽ തിരികെ സൂരജിനെ ഏൽപ്പിച്ചിട്ട് ഗോപികൃഷ്ണൻ പറഞ്ഞു. രണ്ടുപേരും സേതുമാധവൻ്റെ പിന്നാലെ വീട്ടിലേക്ക് കയറി. മുറിയിൽ മനീഷയും ദേവികയും പ്രിയദർശിനിയും ഗാഥയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അലങ്കരിച്ച് ബർത്ത്ഡേ കേക്ക് കത്തിച്ചു വെച്ച നിറമുള്ള മെഴുകുതിരികൾ, മുറിയിലെ നേർത്ത സംഗീതം. പക്ഷെ ഗോപികൃഷ്ണൻ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല, ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അയാൾ മറ്റൊരു ലോകത്തായിരുന്നു. അവിടെ അയാളുടെ തറവാട് വീടും തൊട്ടയൽവക്കത്തെ വീടും സുശീല എന്ന പെൺകുട്ടിയും ഗോപികൃഷ്ണൻ എന്ന യുവാവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കേക്ക് മുറിക്കുമോളെ, സേതുമാധവൻ പറഞ്ഞു. മെഴുകുതിരികൾ ഊതിക്കെടുത്തിയിട്ട് മനീഷ ആഹ്ലാദത്തോടെ കേക്ക് മുറിച്ചു. എല്ലാവരും അവൾക്ക് ഹാപ്പി ബർത്ത്ഡേ ആശംസിച്ചു. കേക്കിൻ്റെ കഷ്ണം അവൾ എല്ലാവർക്കും കൊടുത്തു. എല്ലാവരും അവൾക്ക് വായിലേക്ക് വെച്ച് കൊടുത്തു. യാന്ത്രികമായിട്ടാണ് ഗോപികൃഷ്ണൻ ആഘോഷത്തിൽ പങ്കെടുത്തത്. അയാളുടെ ഭാവമാറ്റം ദേവികയുടെ ശ്രദ്ധയിൽപ്പെടാതിരുന്നില്ല. എന്തുപറ്റി ഗോപിക്ക്? സുഖമല്ലേ? ഇടയ്ക്ക് അവളെ തിരക്കി. ഒന്നുമില്ല. അയാൾ ചിരിക്കാൻ ശ്രമിച്ചു. അല്ല, ഒട്ടും ആക്റ്റീവല്ല കണ്ടിട്ട്. ഞാൻ ഓർക്കുകയായിരുന്നു, ഇതുപോലെ കളർഫുള്ളായ ഒരു ബർത്ത്ഡേ ഇതുവരെ മോൾക്കുണ്ടായിട്ടില്ല. ഗസ്റ്റുകളെല്ലാം നമുക്ക് ഏറെ പ്രിയപ്പെട്ടവരും. ശരിയാണ്, മോളും വളരെ ഹാപ്പിയാണ്, അവൾ പറഞ്ഞു. ഒരു തരത്തിൽ അയാളങ്ങനെ രക്ഷപ്പെട്ടു. പഴയ കാമുകിയെക്കുറിച്ച് ഓർക്കുകയായിരുന്നെന്ന് ദേവികയ്ക്ക് ഒരു സംശയമുണ്ടായാൽ പോലും ഈ ആഘോഷം അവളൊരു ദുരന്തമാക്കി മാറ്റിയേനെ. ഇനി നമുക്ക് ഫുഡ് കഴിക്കാമല്ലേ? പ്രിയദർശിനി എല്ലാവരോടുമായിട്ട് ചോദിച്ചു. നല്ല വിശപ്പുണ്ട് ആൻറ്റി, കഴിച്ചിട്ട് മതി ബാക്കി കാര്യങ്ങൾ, ഗാഥ പറഞ്ഞു. എല്ലാവരും അത് കേട്ട് ചിരിച്ചു. അവർ ഊണുമുറിയിലേക്ക് ചെന്നു. മേശപ്പുറത്തെ വിഭവങ്ങൾ പല പാത്രങ്ങളായി അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രൈഡ് റൈസും ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും ചിക്കൻ പലതരത്തിൽ തയ്യാറാക്കിയതും സാലഡും ഐസ്ക്രീമും. ഓരോരുത്തരും അവരവർക്ക് ആവശ്യമുള്ളത് എടുത്തു കഴിച്ചു. ഭക്ഷണത്തിന് മുമ്പ് പതിവുള്ള 2 ലാർജ് അന്ന് ഗോപികൃഷ്ണൻ വേണ്ടെന്ന് വെച്ചു. അതിൻ്റെ ലഹരിയിൽ ആ പഴയ ഓർമ്മകളുടെ ലഹരി മുക്കിക്കളയേണ്ട. ഞങ്ങളിനി ഇരിക്കുന്നില്ല, എനിക്ക് ഈ കുട്ടികളെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് വിടണം. കഴിച്ചു കഴിഞ്ഞപ്പോൾ സേതുമാധവൻ പറഞ്ഞു. മണി 8 ആയതല്ലേ ഉള്ളൂ, അല്പനേരം കൂടി ഇരിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല, ദേവിക പറഞ്ഞു. ശരി, ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ, സേതുമാധവനും സമ്മതിച്ചു. ഗാഥയും സൂരജുമായി മനീഷ അപ്പോഴേക്കും കൂട്ടായി കഴിഞ്ഞിരുന്നു. അവരുടെ കളിയും ചിരിയും കണ്ട് ഗോപികൃഷ്ണൻ ഒരു നിമിഷം നിന്നു. പിന്നെ അയാൾ സേതുമാധവൻ്റെ കയ്യിലൊന്ന് പിടിച്ചു. അയാൾക്കെന്തോ പറയാനുണ്ടെന്ന് സേതുമാധവന് മനസ്സിലായി. രണ്ടുപേരും മെല്ലെ പുറത്തേക്ക് നടന്നു. അവർ ഗേറ്റിൻ്റെ അടുത്ത് ചെന്ന് നിന്നു. ഞാനൊരു കാര്യം പറയാം, പക്ഷേ സേതു അത് വിശ്വസിക്കില്ല. കാരണം എനിക്ക് പോലും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഗോപികൃഷ്ണൻ പറഞ്ഞു. മങ്ങിയ വെളിച്ചത്തിൽ സേതുമാധവൻ അയാളുടെ മുഖത്തേക്ക് നോക്കി. എന്താണ്? സൂരജ് എൻ്റെ സുശീലയുടെ മോനാണ്. എങ്ങനെ മനസ്സിലായി? ആശ്ചര്യത്തോടെ സേതുമാധവൻ ചോദിച്ചു. സൂരജിൻ്റെ മൊബൈലിൽ അമ്മയുടെ ഫോട്ടോ ഉണ്ട്. കുറച്ചു മുമ്പ് ഞാനത് കണ്ടു, വളരെ യാദൃശ്ചികമായിട്ട്. അത്ഭുതമായിരിക്കുന്നു, നമ്മളാരും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു സത്യം, സേതുമാധവൻ പറഞ്ഞു. അതെ, എനിക്ക് ഭാഗ്യമുണ്ട്, പല തരത്തിലുള്ള ഭാഗ്യം. മിടുക്കനായ ഒരു ഡോക്ടറെ മകനായി കിട്ടിയില്ലേ അവൾക്ക്? അതെൻ്റെയും കൂടിയുള്ള ഭാഗ്യമല്ലേ? അതെ, അമ്പലപ്പുഴയിൽ ചെന്ന് സൂരജിൻ്റെ അമ്മയെ കാണാൻ ദേവികയും ഞാനും കൂടി പോകാനിരുന്നതല്ലേ, അത് നടക്കാതെ പോയത് എത്രയോ ഭാഗ്യമായി. അല്ലെങ്കിൽ ദേവികയുടെ മുൻപിൽ വെച്ച് ഞങ്ങൾ രണ്ടുപേരും വീണ്ടും കണ്ടുമുട്ടുമ്പോൾ തിരിച്ചറിയുമ്പോൾ അത് ദേവികയ്ക്ക് താങ്ങാൻ പറ്റുകയില്ലായിരുന്നു. വീണ്ടും അവളെ മെൻ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നേനെ, ഗോപികൃഷ്ണൻ പറഞ്ഞു. എന്തായാലും തൽക്കാലം ഇതൊന്നും ആരും അറിയാതിരിക്കുന്നതാണ് നല്ലത്. ഈ രഹസ്യമായിട്ട് തന്നെ ഇരിക്കട്ടെ. ഗോപി അമ്പലപ്പുഴയ്ക്ക് പോകണ്ട. പക്ഷെ സുശീലയൊന്ന് കാണണം, അവളോട് മാപ്പ് പറയണം. മനഃപൂർവ്വമല്ല ഞാൻ വീണ്ടും അവളെ കാണാതിരുന്നതെന്ന് എനിക്ക് ബോധ്യപ്പെടുത്തണം. എനിക്ക് അവളെ കണ്ടേ തീരൂ. ധൃതി വെക്കണ്ട എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതിനുള്ള സമയമായിട്ടില്ല. ഞാനറിയാതെ താൻ ഒരിക്കലും അമ്പലപ്പുഴയ്ക്ക് പോകരുത്. ഇല്ല സേതു, ഗോപികൃഷ്ണൻ മടിയോടെയാണെങ്കിലും ഉറപ്പ് കൊടുത്തു. പിന്നെ അധിക നേരം അവരവിടെ ഇരുന്നില്ല. യാത്ര പറഞ്ഞ് സേതുമാധവനും സൂരജും ഗാഥയും പോകാനിറങ്ങി.
ഗോപികൃഷ്ണനും മനീഷയും ദേവികയും കാറിനടുത്തേക്ക് വന്നു. ഞാൻ ഡ്രൈവ് ചെയ്യാങ്കളെ, പെട്ടെന്ന് സൂരജ് പറഞ്ഞു. സന്തോഷം, ഞാൻ ബാക്ക് സീറ്റിലിരുന്നോളാം. ചെറുപ്പക്കാർ രണ്ടുപേരും മുന്നിൽ തന്നെ ഇരുന്നോളൂ. സേതുമാധവൻ ഉടൻ അനുവാദം കൊടുത്തു. ഡ്രൈവിംഗ് സീറ്റിലിരുന്നിട്ട് സൂരജ് സീറ്റ് ബെൽറ്റ് ധരിച്ചു. അയാളുടെ അടുത്ത് ഗാഥയിരുന്നു. ചെന്നിട്ട് വിളിക്കണേ, ഗോപികൃഷ്ണൻ പറഞ്ഞു. വിളിക്കാമെങ്കിലേ. എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് സൂരജ് മെല്ലെ കാറ് മുന്നോട്ടെടുത്തു. എന്നാണ് സൂരജിൻ്റെ ബർത്ത്ഡേ? കാറ് മെയിൻ റോഡിലേക്ക് പ്രവേശിച്ചപ്പോൾ സേതുമാധവൻ ബാക്ക് സീറ്റിൽ ചാരിയിരുന്നുകൊണ്ട് ചോദിച്ചു. ഏപ്രിൽ 30 അടുത്ത മാസം നമുക്കൊരു ട്രീറ്റ് പ്രതീക്ഷിക്കാം അല്ലേ കഥ? അതേ അങ്കിളെ, ഒരൊന്നൊന്നര ട്രീറ്റ്, ചിരിച്ചുകൊണ്ട് കഥ പറഞ്ഞു. സ്ത്രീകളുടെ വയസ്സും പുരുഷന്മാരുടെ ശമ്പളവും ചോദിക്കരുതെന്ന് പറയാറുണ്ട്. കാരണം കൃത്യമായ ഉത്തരം കിട്ടുകയില്ല, സേതുമാധവൻ പറഞ്ഞു. അത് ശരിയാണ്, സൂരജ് ചിരിച്ചു. സൂരജ് പുരുഷനായതുകൊണ്ട് സത്യം പറയും. അടുത്തത് എത്രാമത്തെ ബർത്ത്ഡേ ആണ്? 25 തികയും. ഗുഡ്, 1/4 നൂറ്റാണ്ട് തികയ്ക്കുന്നു. അതിന് എനിക്കിനി 3 വർഷം കൂടി കാത്തിരിക്കണമെങ്കിലേ, ഗാഥ പറഞ്ഞു. സേതുമാധവൻ ചിരിച്ചു. ചിരിയും തമാശയുമായി തിരുവനന്തപുരത്ത് എത്തിയത് അറിഞ്ഞിട്ടില്ല അവർ. എൻ്റെ ഫ്ലാറ്റിലേക്ക് പോകാം ആദ്യം. അവിടെയല്ലേ സൂരജിൻ്റെ ബുള്ളറ്റ് ഇരിക്കുന്നത്? ഗാഥയെ ഞാൻ ഉള്ളൂരിൽ കൊണ്ടുവന്ന് വിടാം, സേതുമാധവൻ പറഞ്ഞു. അത് വേണ്ട, അങ്ങൾ വീണ്ടും ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്യണ്ടേ? സൂരജിൻ്റെ ബൈക്കിൽ ഞാൻ പോയിക്കോളാം, അവൾ പറഞ്ഞു. എങ്കിലും അങ്ങനെ ആവട്ടെ. ഞാൻ സുരഭിയെ വിളിച്ച് പറഞ്ഞേക്കാം നിങ്ങൾ അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടെന്ന്. അത് മതി. സൂരജിൻ്റെ ബൈക്കിൽ ഗാഥ പോയി. ഉടൻ തന്നെ സുരഭിയെ വിളിച്ച് അക്കാര്യം സേതുമാധവൻ അറിയിച്ചു. ഫ്ലാറ്റിൽ ചെന്ന് കഴിഞ്ഞ ഉടൻ തന്നെ ഗോപികൃഷ്ണനെ സേതുമാധവൻ വിളിച്ചു. ഞങ്ങളിവിടെ എത്തിടോ. സൂരജ് പോയോ? അയാൾ തിരക്കി. ഗാഥയും കൊണ്ട് സൂരജ് പോയി. അവരൊന്നിച്ചാണല്ലോ ഇങ്ങോട്ട് വന്നത്. ഗോപി, നാളെ ഇങ്ങോട്ടൊന്ന് വരാമോ? എന്തിനാ സേതു? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്താണ്? ഇപ്പോൾ പറയാൻ പറ്റില്ല, നാളെ വന്നിട്ട് സംസാരിക്കാം. ശരി. പിറ്റേന്ന് രാവിലെ സേതുമാധവൻ ഓഫീസിലേക്ക് പോകും മുമ്പ് ഗോപികൃഷ്ണൻ വന്നു. ഇത്ര രാവിലെ താൻ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സത്യത്തിൽ ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. ഒരേ ഒരു ചിന്തയായിരുന്നു, ഗോപികൃഷ്ണൻ പറഞ്ഞു. വരാൻ പറഞ്ഞത് ഒരു കാര്യം അറിയാൻ വേണ്ടിയാണ്. താൻ ഏത് വർഷമാണ് മലേഷ്യയ്ക്ക് പോയത്? ഒന്ന് ഓർത്തു നോക്കിയിട്ട് ഗോപികൃഷ്ണൻ ഏത് വർഷത്തിലാണ് പോയതെന്ന് പറഞ്ഞു. ഏത് മാസത്തിലാണെന്ന് ഓർമ്മയുണ്ടോ? സേതുമാധവൻ വീണ്ടും ചോദിച്ചു. ജൂൺ 26. എന്താ സേതു? ഗോപികൃഷ്ണൻ ചോദിച്ചു. പറയാം, എനിക്ക് ഒരു കാര്യം കൂടി അറിയണം. സത്യം തന്നെ പറയണം. പോകും മുമ്പ് സുശീലയായിട്ട് ഗോപി അടുത്തിടപഴകിയിട്ടുണ്ടോ? സേതുമാധവൻ ചോദിച്ചതിൻ്റെ അർത്ഥം അയാൾക്ക് മനസ്സിലായി. രഹസ്യമായിട്ടാണ് ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയത്. രഹസ്യമായി തന്നെ ഞങ്ങൾ ഭാര്യാഭർത്താക്കന്മാരെ പോലെ. സേതുമാധവൻ ഒരു നിമിഷം അയാളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു. എങ്കിൽ ഗോപിയെ ഞെട്ടിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഗോപി മലേഷ്യയിലേക്ക് പോയി കഴിഞ്ഞ് കൃത്യം 9-ാം മാസം കഴിഞ്ഞപ്പോഴാണ് സൂരജ് ജനിച്ചത്. ഗോപികൃഷ്ണൻ സ്തംഭനായി ഒരു നിമിഷം ഇരുന്നു. എന്ന് വെച്ചാൽ സൂരജ് എൻ്റെ മോനാണ് അല്ല സേതു? വിശ്വസിക്കാനാവാതെ ഗോപികൃഷ്ണൻ ചോദിച്ചു. സേതുമാധവൻ മെല്ലെ തലകുലുക്കി. ഈ കഥകളൊന്നും സൂരജ് അറിഞ്ഞിട്ടില്ല. മകനോട് പറയാൻ പറ്റില്ലല്ലോ. അച്ഛൻ ഉണ്ടായിരുന്നെന്ന് മാത്രമേ. ഈശ്വര, ഞാൻ എന്തൊരു പാപിയാ. ഗോപികൃഷ്ണൻ അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സേതുമാധവൻ എഴുന്നേറ്റ് എന്ന് അയാളുടെ ചുമലിൽ കൈവച്ചു. സാരമില്ല, ജീവിതം പലപ്പോഴും ഇങ്ങനെയാണ്. നമ്മുടെ നിയന്ത്രണത്തിലല്ല പലതും. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തൽക്കാലം ആരും ഒന്നും അറിയാൻ പാടില്ല. എടുത്തിയാടിയിട്ടൊന്നും ചെയ്യരുത്. പ്ലീസ് വെയിറ്റ്. സമയമാകുമ്പോൾ മാത്രം. താങ്ക് യു സേതു, താങ്ക് യു. പിന്നിലേക്ക് ചാരി ഗോപികൃഷ്ണൻ കണ്ണുകൾ അടച്ച് അങ്ങനെ ഇരുന്നു. സൂരജ് എൻ്റെ മകനാണ്. സുശീല അവൻ്റെ അമ്മയാണ്. മനീഷയുടെ ആങ്ങളെയാണ് സൂരജ്. പക്ഷേ ദേവിക ഇത് വല്ലതും അറിഞ്ഞാൽ ഇല്ല, അവളൊന്നും അറിയാൻ പാടില്ല. ഞാൻ അച്ഛനാണെന്ന് സൂരജ് അറിയണ്ട. ഗോപികൃഷ്ണൻ്റെ കൺകോണിൽ അടരാൻ മടിച്ച് ഒരു തുള്ളി കണ്ണുനീര് ഊറിക്കൂടി നിന്നു. സുരഭി ഓഫീസിലായിരുന്നു. അപ്പോഴാണ് ടേബിളിൽ വച്ചിരുന്ന മൊബൈലിൽ ഒരു കോൾ വന്നത്. വൈബ്രേഷനിലായിരുന്നതുകൊണ്ട് ബെല്ല് പുറത്തു കേട്ടില്ല. ഓഫീസിൽ വന്ന ഫോൺ സൈലൻ്റായി ഇടുകയായിരുന്നു അവളുടെ പതിവ്. വിളിച്ചത് സേതുമാധവനാണെന്ന് കണ്ടപ്പോൾ അവൾ കോൾ എടുത്തു. ഹലോ സേതു, ഓഫീസിലായിരിക്കുമെന്നറിയാം. 1 മിനിറ്റ് മാത്രം മതി, ഒരു കാര്യം പറഞ്ഞിട്ട്. സേതു പറയൂ. ഞാൻ തിരക്കിലല്ല. നമ്മുടെ കാര്യം ഞാൻ ഗോപികൃഷ്ണനോട് പറഞ്ഞു. അയാൾ നമുക്ക് ഫുൾ സപ്പോർട്ടാണ്. ഗോപിക്ക് സുരഭി ഒന്ന് കാണണമെന്നുണ്ട്.
വൈകുന്നേരം ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് വന്ന ബുദ്ധിമുട്ടാവുമോ? സേതുമാധവൻ ചോദിച്ചു. ബുദ്ധിമുട്ടൊന്നുമില്ല, 6 മണി കഴിയും ഞാൻ ഫ്ലാറ്റിലെത്താൻ, അവൾ പറഞ്ഞു. ഞങ്ങൾ 6:30 കഴിഞ്ഞ് വരാം. എന്താ, വന്നോളൂ. കുട്ടികൾ വരുമ്പോൾ 7 മണി കഴിയും. 7 മണിക്ക് വന്നാലും ഒരു കുഴപ്പമില്ല. എന്തായാലും ഞങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടേ വരും. ശരി സേതു. അയാൾ കോള് കട്ട് ചെയ്തു. അറിയാതെ സുരഭിയുടെ ഹൃദയമിടിപ്പിൻ്റെ വേഗം കൂടി. കളി പറഞ്ഞു പറഞ്ഞ് അത് കാര്യമാവുകയാണല്ലോ. സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല ഇനിയൊരു വിവാഹ ജീവിതം ഉണ്ടാവുമെന്ന്. ഉണ്ടാവുകയില്ലായിരുന്നു, സേതുവിനെ വീണ്ടും കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ. ഒരു 2ാം ജന്മമാണ് തന്നെ കാത്തിരിക്കുന്നത്. നിലാവും സംഗീതവും മഞ്ഞും ഇളം വെയിലുമൊക്കെയുള്ള ഒരു പുതിയ ജീവിതം. ഒരു പുരുഷൻ്റെ സ്നേഹവും അവൻ്റെ ബലിഷ്ഠമായ കൈകൾക്കുള്ളിലെ സുരക്ഷിതത്വവും ഏത് സ്ത്രീയാണ് ആഗ്രഹിക്കാത്തത്? അതിന് പ്രായം ഒരു തടസ്സമാണോ? അല്ല. ലതാകുമാരി അടുത്തേക്ക് വന്നത് സുരഭി അറിഞ്ഞതേയില്ല. ഏത് സ്വപ്നലോകത്തിലാണ് സുരഭി? മൃദുസ്വരത്തിലുള്ള ചോദ്യം കേട്ട് അവളൊന്ന് ഞെട്ടി. ഞാൻ വെള്ളറിയ ചിരിയോടെ സുരഭി പെട്ടെന്ന് എഴുന്നേറ്റു. ഇരിക്കൂ. സ്വപ്നം കാണാൻ കഴിയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. സങ്കല്പലോകത്ത് അലഞ്ഞു നടക്കാൻ ആരാണ് ആഗ്രഹിക്കാത്തത്? ചിരിച്ചുകൊണ്ട് ലതാകുമാരി പറഞ്ഞു. സുരഭി നിശബ്ദയായിട്ട് നിന്നതേയുള്ളൂ. ഭാര്യമാരുടെ സങ്കല്പലോകത്ത് പലപ്പോഴും കൂടെയുള്ളത് ഭർത്താവായിരിക്കില്ലെന്ന് എൻ്റെ ഒരു കൂട്ടുകാരി ഈയിടെ പറഞ്ഞു. ഭർത്താക്കന്മാരുടെ സങ്കല്പലോകത്ത് കൂടെയുള്ളത് ഭാര്യ ആയിരിക്കില്ലല്ലേ? യഥാർത്ഥം സങ്കല്പവും രണ്ടും രണ്ടാണല്ലോ. എന്തുകൊണ്ടാണ് ലതാകുമാരി അങ്ങനെ പറഞ്ഞതെന്ന് സുരഭിക്ക് മനസ്സിലായില്ല. അവരുടേത് സംതൃപ്ത ദാമ്പത്യമാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ സുരഭിയോട് അതൊന്നും പറയേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. വെറുതെ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ യോജിച്ച ഒരാൾ വന്നാൽ സെക്കൻഡ് മാരേജിനെക്കുറിച്ച് ചിന്തിക്കാൻ മടിക്കരുത് കേട്ടോ. സേതുവിനെക്കുറിച്ച് പറഞ്ഞാലോ എന്ന് അപ്പോഴാണ് സുരഭിക്ക് തോന്നിയത്. എപ്പോഴായാലും പറയേണ്ടി വരും. എങ്കിൽ പിന്നെ ഒരു അവസരം കിട്ടിയപ്പോൾ പറയുന്നതായിരിക്കും നല്ലത്. എനിക്കൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്, അല്പം ലജ്ജയോടെ അവൾ പറഞ്ഞു. ആരാണ് കക്ഷി? ആകാംക്ഷയോടെ ലതാകുമാരി ചോദിച്ചു. സേതുമാധവനെക്കുറിച്ച് കഴിയുന്നതും ചുരുക്കി സുരഭി പറഞ്ഞു. വെരി ഗുഡ്. പരസ്പരം അടുത്തറിയാവുന്ന ആളായത് എന്തുകൊണ്ടും നന്നായി. ഓൾ ദ ബെസ്റ്റ് സുരഭി. കല്യാണത്തിന് ക്ഷണിക്കാതിരിക്കരുത് കേട്ടോ. ലതാകുമാരി അപ്പോൾ തന്നെ ആശംസ നേർന്നു. സുരഭി തല കുലുക്കിയതേ ഉള്ളൂ. അന്ന് 6 മണിക്ക് മുമ്പ് അവൾ ഫ്ലാറ്റിലെത്തി. സേതുവും ഫ്രണ്ടും കുറച്ച് കഴിഞ്ഞ് വന്നേക്കും. അവർക്ക് ചായ കൊടുക്കേണ്ടി വരും. ചെന്നപ്പോൾ തന്നെ അവൾ മായയോട് പറഞ്ഞു. ചായ മാത്രം മതി ചേച്ചി? മായ ചോദിച്ചു. മതി. അല്ലാതെ വേറെ എന്തുണ്ട്? എന്തെങ്കിലും ഉണ്ടാക്കാം. വേണ്ട, ചായ മാത്രം മതി. സുരഭി അപ്പോൾ തന്നെ മേല് കഴുകിയിട്ടൊരു സാരി എടുത്തു. അപ്പോഴാണ് സേതുമാധവൻ വിളിച്ചത്. വന്നോളൂ സേതു, ഞാൻ ഫ്ലാറ്റിലുണ്ട്. ഓക്കെ. അല്പനേരം കഴിഞ്ഞപ്പോൾ സേതുമാധവനും ഗോപികൃഷ്ണനും വന്ന് ഡോർബെൽ മുഴക്കിയപ്പോൾ സുരഭിയാണ് ചെന്ന് വാതിൽ തുറന്നത്. വരൂ. അവൾ പുഞ്ചിരിയോടെ അവരെ സ്വാഗതം ചെയ്തു. ഇത് ഗോപികൃഷ്ണൻ, എൻ്റെ കസിൻ ദേവികയുടെ ഹസ്ബൻഡാണ്. സേതുമാധവൻ പരിചയപ്പെടുത്തി. മനസ്സിലായി? സേതു പറഞ്ഞിട്ടുണ്ടല്ലോ. ഡബിൾ സെറ്റിയിൽ സേതുമാധവനും ഗോപികൃഷ്ണനും ഇരുന്നു. എതിർവശത്തുള്ള സെറ്റിയിൽ സുരഭിയും. 2-3 ദിവസം മുമ്പാണ് സുരഭിയെക്കുറിച്ച് സേതു എന്നോട് പറഞ്ഞതേ. എനിക്കൊന്ന് കാണണമെന്ന് അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു. തീർച്ചയായും നിങ്ങളെടുത്ത ഡിസിഷൻ വളരെ നന്നായി, ഗോപികൃഷ്ണൻ പറഞ്ഞു. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ മായ വന്ന് മുഖം കാണിച്ചു. സുരഭി ചെന്ന് ചായ കൊണ്ടുവന്ന് 2 പേർക്കും കൊടുത്തു. നിങ്ങൾക്ക് 2 പേർക്കും ജ്യോതിഷത്തിലൊന്നും വിശ്വാസമില്ലെന്നായിരിക്കും. പക്ഷെ ഞാനും ദേവികയും ഇന്നലെ കൂടി ഒരു ജ്യോത്സ്യനെ കാണാൻ പോയി. അടുത്ത ഞായറാഴ്ച വിവാഹം നടത്താൻ നല്ല ദിവസമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്, ഗോപികൃഷ്ണൻ അറിയിച്ചു. ഇനി ഏതാണ്ട് 10 ദിവസത്തെ സമയമുണ്ട്. പക്ഷെ ഇത്ര പെട്ടെന്ന് കല്യാണം തീരുമാനിക്കപ്പെടുമെന്ന് സുരഭി വിചാരിച്ചില്ല. നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് താലികെട്ട്. പിറ്റേന്ന് മുനിസിപ്പൽ ഓഫീസിൽ ചെന്ന് രജിസ്ട്രേഷൻ. നമുക്ക് പരിചയക്കാരുണ്ട് 2 സുരഭി എന്തു പറയുന്നു? ഗോപികൃഷ്ണൻ ചോദിച്ചു. സുരഭി മുഖം തിരിച്ച് സേതുമാധവനെ ഒന്ന് നോക്കി. മോളോടുകൂടി ഒന്ന് ചോദിച്ചിട്ട് പറഞ്ഞാൽ പോരെ? മതി, ഗാഥയുടെ സൗകര്യം കൂടി നോക്കണമല്ലോ, സേതുമാധവൻ പറഞ്ഞു. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഗാഥയും കൂട്ടുകാരികളും വന്നു. കൂട്ടുകാരികൾ അവരവരുടെ മുറികളിലേക്ക് പോയി. ഗാഥ അമ്മയുടെ അടുത്തിരുന്നു. വിവാഹ തീയതിയെക്കുറിച്ച് ഗോപികൃഷ്ണൻ പറഞ്ഞപ്പോൾ ഗാഥ അനുകൂലമായ ഒരു മറുപടിയാണ് കൊടുത്തത്. അങ്ങനെ കല്യാണ തീയതി തീരുമാനിച്ച് ഗോപികൃഷ്ണനും സേതുമാധവനും അവിടെ നിന്നിറങ്ങി. ഞായറാഴ്ച രാവിലെ 2 കാറുകളിൽ വധുവും വരനും നെയ്യാറ്റിൻകരയിലേക്ക് പോകുന്നു. കല്യാണശേഷം അവിടെ ചെറിയൊരു സദ്യ. അന്ന് ദേവികയുടെ വീട്ടിൽ വധുവും വരനും അന്തിയുറങ്ങുന്നു.
കല്യാണത്തിന് 4-5 ദിവസം മുമ്പ് തന്നെ കല്യാണത്തിൻ്റെ അന്നുടുക്കാനുള്ള സിൽക്ക് സാരിയും സുരഭിയും ഗാഥയും കൂട്ടുകാരികളും കൂടി പോയി സെലക്ട് ചെയ്ത് വാങ്ങിച്ചു. കല്യാണ ദിവസം ധരിക്കാനുള്ള ഷർട്ടും കസവും കൊണ്ടും വാങ്ങാൻ ഗോപികൃഷ്ണൻ സേതുമാധവൻ്റെ കൂടെ ചെന്നു. താലിയും മാലയും വധുവിൻ്റെ വിരലിൽ അണിയിക്കാനുള്ള മോതിരവും അവർ വാങ്ങി. ശനിയാഴ്ചയായി. ഉച്ച കഴിഞ്ഞപ്പോൾ ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്നും സേതുമാധവൻ്റെ മകൾ വൈശാഖിയുടെ ഫോൺ വന്നു. മമ്മിക്ക് ഒരു റോഡ് ആക്സിഡൻ്റ് ഉണ്ടായി, വെരി ക്രിട്ടിക്കൽ, ഡാഡി ഉടൻ വരണം, ട്രോമ ഐസിയുലാണ് മമ്മി, പ്ലീസ് ഡാഡി കം ഇമ്മീഡിയറ്റ്ലി. മകൾ പൊട്ടിക്കരയുന്നത് കേട്ട് സേതുമാധവൻ എന്തു പറയണമെന്നറിയാതെ അങ്ങനെ നിന്നു. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. നാളെ ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുവിട്ടു. അപ്പോൾ വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.